ഹായ് ഫ്രണ്ട്സ്, നമ്മളെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും ദൃശ്യമായിട്ടും ആക്കിയെടുക്കാൻ, അതായത് നമ്മളിലേക്ക് എത്തിക്കാൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ വേണം നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ. എന്തിനു വേണ്ടിയിട്ടാ എന്ന് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. കാരണം എന്താ, നമ്മളെ ചെറിയ കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വിശ്വാസം കൂടും. ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഗോള് സ്മാർട്ട് ഗോളുകളായിരിക്കണം. SMART. അപ്പോ സ്മാർട്ടിന്റെ അതിന്റെ ഓരോ ലെറ്റേഴ്സും ക്യാരി ചെയ്യുന്ന അർത്ഥം എന്താണെന്ന് നോക്കാം. എസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഉദാഹരണത്തിന്, എനിക്ക് അടുത്ത മാസം 30-ാം തീയതിക്ക് മുമ്പ് 20,000 രൂപ വേണം, അല്ലെങ്കിൽ 1,00,000 രൂപ വേണം. വ്യക്തതയുണ്ട് അതിന് അല്ലെ. അല്ലെങ്കിൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. എനിക്കൊരു ബിരിയാണി വേണം, അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ബിരിയാണി വേണം, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. മെഷറബിൾ, M എന്ന് പറയുമ്പോൾ മെഷറബിൾ, അതായത് എനിക്ക് അളക്കാൻ പറ്റണം. ഒരു ബിരിയാണി അല്ലെങ്കിൽ 2 ബിരിയാണി എനിക്ക് അളക്കാൻ പറ്റുമല്ലേ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ A എന്ന് പറയുമ്പോൾ അച്ചീവബിൾ, അതായത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമായിരിക്കണം. അല്ലെങ്കിൽ എന്റെ മനസ്സ് സമ്മതിക്കില്ല. കാരണം എന്താ, എനിക്ക് അടുത്ത മാസം 1 കോടി രൂപ വേണം, എന്റെ മനസ്സ് സമ്മതിക്കില്ല. കാരണം എനിക്കറിയാം 1 കോടി രൂപയിലേക്ക് എത്താൻ പറ്റില്ല. ആ ഒരു റിയലിസ്റ്റിക് തോട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഞാൻ ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. പിന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം, അതായത് നമുക്ക് റിയാലിറ്റിയുമായിട്ട് ടച്ച് വേണം. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നാളെ തന്നെ എനിക്ക് 10,00,000 രൂപ വേണം, എനിക്ക് ഉറപ്പാണ് നാളെ തന്നെ 10,00,000 രൂപ എനിക്ക് കിട്ടില്ല എന്നുള്ളത്. പക്ഷെ കുറച്ച് സമയം കൊടുത്താൽ ഒരുപക്ഷെ മനസ്സ് വിശ്വസിക്കും. അപ്പോഴും 10,00,000 എന്നുള്ള എമൗണ്ട് എന്റെ മനസ്സ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യണം. ടൈം ബൗണ്ട് ആയിരിക്കണം, അതായത് ഞാൻ പറഞ്ഞു അടുത്ത മാസം 30-ാം തീയതിക്കുള്ളിൽ എനിക്ക് 10,00,000 രൂപ വേണം. അതിനൊരു ടൈം ബൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത സാറ്റർഡേക്കുള്ളിൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കണം. അതൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അവർക്കൊരു പുത്തൻ ഉടുപ്പോ, അവർക്കൊരു പുത്തൻ വാട്ടർ ബോട്ടിലോ, അവർക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരോട് ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിച്ച് അവരത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് കൊടുക്കുവാണ്. അപ്പോൾ അവർക്കും പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാൻ വിചാരിച്ചാൽ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടുമെന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്, സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ആ ഗോളുകൾ എത്തിക്കാൻ നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ 10,00,000 രൂപ ചോദിച്ചു, പക്ഷെ നമുക്ക് 10,00,000 രൂപയ്ക്ക് പകരം 10,000 രൂപയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ 10,00,000 രൂപ വെച്ചിട്ടെങ്കിൽ 10,000 രൂപയിലേക്ക് കിട്ടിയത്, അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെതിരാണ്. അതോടൊപ്പം തന്നെ ഈ 10,000 രൂപ നമ്മൾ അതിന് വലിയ വിലയൊന്നും കൊടുക്കാതെ നമുക്ക് തോന്നിയ പോലെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് 10,00,000 രൂപ അല്ലെങ്കിൽ വലിയ താമസമില്ലാതെ 10,00,000 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അതിനൊരു കഥ പറയാം. ഒരു മകൻ അച്ഛന്റെ കൂടെ നടന്നു പോവുകയാണ്. വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവൻ ഒരു ഐസ്ക്രീം കട കണ്ടു. അവൻ അച്ഛനെ സന്തോഷത്തോടെ നോക്കി. അച്ഛനും മകനോട് ഭയങ്കര വാത്സല്യമാണ്. അവൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? അച്ഛൻ പറഞ്ഞു, വാങ്ങിത്തരാട്ടോ. അപ്പൊ അവനെ അവിടുത്തെ മെനു കാർഡ് എടുത്ത് കാണിച്ചു. ഏത് ഐസ്ക്രീമാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അവന് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലെ അവൻ പറഞ്ഞ പോലത്തെ ഒരു കോൺ ഐസ്ക്രീം ഒരു സ്കൂപ്പ് അവന് വാങ്ങിക്കൊടുത്തു. ആ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൈ കിട്ടി കുഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഒരു ഭയങ്കര സന്തോഷമായി. അപ്പൊ അവരും അവൻ അച്ഛന്റെ കൂടെ അവര് മുന്നോട്ട് നടന്നു. കടയിൽ നിന്ന് നടന്ന് നീങ്ങി പോകുന്ന വഴിക്ക് അവൻ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് പോവുകയാണ്. 1-2 വട്ടം നുണഞ്ഞതിന് ശേഷം അവന്റെ തുള്ളിച്ചാട്ടം കൊണ്ട് അവന്റെ കയ്യിലിരുന്ന ഒരു സ്കൂപ്പ് ഐസ്ക്രീം താഴെ വീണു. അവന് വളരെ സങ്കടമായി. അവൻ അച്ഛനെ ദയനീയമായി നോക്കി. അച്ഛൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിന്നീട് അവരങ്ങോട്ട് മുന്നോട്ട് നടന്നു. പിന്നെയും കുറച്ചു ദൂരം പോയപ്പോ വീണ്ടും ഒരു ഐസ്ക്രീം കട കണ്ടു. അവൻ അച്ഛനെ നോക്കി. അച്ഛൻ ചോദിച്ചു, ഐസ്ക്രീം വേണോ? അവൻ തലയാട്ടി. അച്ഛൻ വേഗം അവിടെ കയറി മെനു കാർഡ് നോക്കി അവനോട് പറഞ്ഞ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ. അപ്പൊ അവൻ നോക്കുമ്പോ ഒരു കോണില് 3 സ്കൂപ്പ് നിറച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീമാണ് കണ്ടത്. അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ അച്ഛനെ നോക്കി പറഞ്ഞു, എനിക്കിത് മതി എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ അവനെ വാങ്ങിച്ചു കൊടുത്തില്ല.
അച്ഛൻ അവന് ഒരു സ്കൂപ്പുള്ള അവന് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ അതേ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പക്ഷെ 3 സ്കൂപ്പുള്ളത് അവന് വാങ്ങിക്കൊടുത്തില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ ആദ്യം തന്നെ ഈ ഒരു സ്കൂപ്പ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നിനക്ക് ഒരു സ്കൂപ്പുള്ള ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ട് അത് തന്നെ നീ താഴെ ഇട്ടതാ. അപ്പൊ നീ 3 സ്കൂപ്പ് എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ ആദ്യം നീ ഒരു സ്കൂപ്പ് മാനേജ് ചെയ്യുക, അതിനുശേഷം അച്ഛൻ നിനക്ക് 3 സ്കൂപ്പ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ പോലെയാണ് യൂണിവേഴ്സ് പലപ്പോഴും നമ്മളോട് പ്രതികരിക്കുക. അതായത് നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളൊരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ ആ കാര്യത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമുക്ക് കിട്ടുക. 10 ലക്ഷം രൂപ ചോദിച്ച് നമ്മുടെ കയ്യിൽ 10,000 രൂപ കിട്ടുമ്പോൾ ആ 10,000 രൂപ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് പിന്നെ 10 ലക്ഷം രൂപ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള പ്ലാനുകൾ റെഡിയാക്കുക. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങളൊന്നും എത്തുകയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തന്നെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പർ ആവുക. പോസിറ്റീവ് തോട്ട്സ് ഉള്ള പോസിറ്റീവ് വൈബ്രേഷനോട് കൂടിയുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടി കിട്ടുന്നതാണ്. അതുകൂടാതെ കൂടുതലായിട്ടുള്ള ഫ്രീ മോട്ടിവേഷൻസും പോസിറ്റീവ് തോട്ട്സും അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സസും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും മെസ്സേജ് എത്തിക്കുക. താങ്ക് യു.